നമസ്കാരം. ഹാർവസ്റ്റ് ടിവിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമാദമായ കൊലക്കേസുകളിലൊന്നായ തിരുവല്ല മീന്തലക്കര കരിക്കൻവില്ല കൊലക്കേസ് നടന്നിട്ട് ഇപ്പോൾ 38 വർഷം പിന്നിടുന്നു. ആ കൊലക്കേസിലെ മുഖ്യ സൂത്രധാരൻ ഏറെ വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത മദ്രാസിലെ മോൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ട റെനി ജോർജിൻ്റെ മാനസാന്തരവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ക്രൈസ്തവ കൈരളിയിലും ഏറെ ശ്രദ്ധേയ വാർത്തയായിരുന്നു. നഷ്ടനാളുകളിലെ മുള്ളും പറക്കാരയും നിറഞ്ഞ ഓർമ്മകളെക്കുറിച്ച്, ദൈവസ്പർശിയായ ജീവിതത്തിലെ ശ്രദ്ധേയമായ അനുഭവങ്ങളെക്കുറിച്ച്, തൻ്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം നമ്മോട് മനസ്സ് തുറക്കുകയാണ്. പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം, അദ്ദേഹത്തെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ നല്ല സ്വഭാവത്തിനുടമയായിട്ടും ഈ ശിക്ഷാ കാലാവധി നീണ്ടുപോയി എന്ന് ഇങ്ങനെ ഒരു പരിഭവം ഇവിടെ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. അതിന് പിന്നിൽ വലിയൊരു ദൈവോദ്ദേശം ഉണ്ടെന്ന് പിന്നീട് പറയുന്നതായിട്ട് കേട്ടു. എന്തായിരുന്നു അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം, ഞാൻ ആ ജയിലിലെ ഒരു മിഷണറി ആയിരുന്നു. കാരണം അവിടെ അത്രയും കാലം കൂടി ജീവിച്ചിരുന്ന് അവിടെ ജീവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. എന്നാൽ ആ കാലയളവിൽ തന്നെ ദൈവം എന്നെ വിവാഹിതനാക്കി തീർത്തു. ദൈവം എനിക്ക് ഒത്തിരി ബോണസുകൾ തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ജയിലിനുള്ളിൽ കഴിയുമ്പോൾ തന്നെ വിവാഹിതനായി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? അതെല്ലാം ഭയങ്കര അത്ഭുതങ്ങളാണ്. കാരണം ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, ഇത് കല്യാണം കഴിക്കാനുള്ള അടവാണ്, ജയിലിൽ നിന്ന് നേരത്തെ റിലീസാകാനുള്ള അടവാണെന്നൊക്കെ പലരും, ഈവൻ ക്രിസ്തീയ കോളത്തിൽ തന്നെ അനേകർ അങ്ങനെ അതിനെ പരാമർശിക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ അതിനെയെല്ലാം തകർക്കാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം ഉപയോഗിച്ച എൻ്റെ പിതാവിനെ തന്നെയാണെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം എൻ്റെ പിതാവിന് ദൈവം കൊടുത്തു. കാരണം എന്നെപ്പോലുള്ള ഒരു കുറ്റവാളിയെ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയും മുന്നോട്ട് വരത്തില്ല. ഇനി ഒരു പെൺകുട്ടി തയ്യാറായാൽ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അനുവദിക്കത്തില്ല, പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, റെനി, ഞാൻ നിനക്കൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പ എന്തിനാ വെറുതെ ഈ പരിപാടിക്കൊക്കെ പോകുന്നത്, എന്നെ ആരും ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പ പറഞ്ഞു, റെനി, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട, ഞാനത് നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ടീന. മാംഗ്ലൂറിയനായിരുന്നു, മലയാളിയല്ല. ആ പെൺകുട്ടിയും 1987 ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ബോൺ-അഗെയിൻ എക്സ്പീരിയൻസിൽ വന്നത്. എൻ്റെ പിതാവും ആ ടീനയും തമ്മിൽ ഫ്രണ്ട്സായി. അങ്ങനെ ടീനായ്ക്ക് വേണ്ടി എന്നെ പ്രപ്പോസ് ചെയ്തു. ടീനായ്ക്ക് ആദ്യം അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ടീന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടി ദൈവം ഞാൻ കരുതിയിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ കൊടുത്തപ്പം ടീന സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം 1992 87 ഞാൻ ബോൺ-അഗെയിൻ ആകുന്നു. 5 വർഷങ്ങൾ കഴിഞ്ഞപ്പം 92 ബഹ്റിനിലായിരുന്ന ടീനയും ഞാനും തമ്മിൽ മംഗലാപുരത്ത് വെച്ച് വിവാഹിതരായി. കല്യാണം കഴിഞ്ഞ് ടീന ബഹ്റിന് പോയി, ഞാൻ ജയിലിലേക്കും പോന്നു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പം ടീനായ്ക്ക് മനസ്സിലായി, റെനി ജോർജിൻ്റെ ഭാര്യയായിട്ട് എനിക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും തുറച്ചു നോക്കുന്ന കണ്ണുകൾ, പഴി പറയുന്ന വ്യക്തികൾ, ഈ പെൺകുട്ടി ചെയ്തത് എന്തൊരു മണ്ടത്തരമാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്നൊക്കെ ആളുകൾ ടീനയെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ടീനയ്ക്കും വലിയ ബുദ്ധിമുട്ടായി. ടീന ജോലി റിസൈൻ ചെയ്തിട്ട് നേരെ ബാംഗ്ലൂരിൽ വന്ന് പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിസൺ മിനിസ്ട്രി ബാംഗ്ലൂരിൽ ആരംഭിച്ചു. കഴിഞ്ഞ് ടീനയുടെ ജീവിതം ഒരു തടവുകാരന് വേണ്ടി കൊടുത്തതല്ല, ടീന ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതായിരുന്നു. കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് എന്നെപ്പോലെ ഒരു വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യാൻ ടീനയ്ക്ക് കഴിഞ്ഞത്. അപ്പം സിസ്റ്റർ ടീനയും ജയിൽ മിനിസ്ട്രിയിലേക്ക് മടങ്ങി വരികയായിരുന്നു. ടീനയാണ് യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ പ്രിസൺ ഫെലോഷിപ്പിൻ്റെ ഫൗണ്ടർ. അപ്പോൾ നിശ്ചയമായിട്ട് ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. 100%. യെസ്. 1996 എനിക്കൊരു മകളുണ്ടായത്. ആ മകൾക്കും എന്നെക്കുറിച്ചുള്ള എല്ലാ അറിവുകളുമുണ്ട്. മറ്റൊരാൾ പറഞ്ഞ് നിൻ്റെ അപ്പൻ ഇങ്ങനെയുള്ള ആളാണെന്ന് ഒരിക്കലും അവൾ അറിയാൻ ഇടയാകരുതെന്ന്
മാതാപിതാക്കളായ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ കഥകളും എൻ്റെ മകൾക്കറിയാം. എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം അവളുടെ പഠന സ്ഥലങ്ങളിലൊക്കെ അവൾ തന്നെ അവളുടെ കൂട്ടുകാരോടും ടീച്ചേഴ്സിനോടൊക്കെ അവൾ തന്നെ ഷെയർ ചെയ്യും. ലഭിക്കുന്ന അവസരങ്ങൾ അവളും കൊച്ചു ടെസ്റ്റ് മണിയൊക്കെ പറയാൻ ഒരുക്കമാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെയും മകളുടെയും ഭാഗത്തു നിന്നും ദൈവകൃപയാൽ വളരെ നല്ല സഹകരണമാണ്. അപ്പോൾ ഈ ജയിൽ ജീവിതം ഏകദേശം ആ സമയത്ത് പൂർണ്ണമാക്കി കാലാവധി പൂർത്തീകരിച്ച് പുറത്തേക്ക് വന്നു. യെസ്, 5 വർഷം കഴിഞ്ഞു. 95 റിലീസായി. തുടർന്ന് ടീനയും ഞാനും ചേർന്ന് കർണാടകയിലെ പ്രിസൺ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുവാനിടയായത്. ഇപ്പോൾ തിരുവനന്തപുരത്തായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോ നേതൃത്വം നൽകുന്ന പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനായി മാറി എന്നും കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു തുടക്കം. അങ്ങനെയായിരുന്നു തുടങ്ങുന്നത്. കുഞ്ഞുമോൻ ചാക്കോ എന്നെ അദ്ദേഹത്തിൻ്റെ പ്രിസൺ ഫെലോഷിപ്പ് ഇന്ത്യയുടെ കോർഡിനേറ്ററായിട്ട് അംഗീകരിച്ചു. അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് അല്ല, റിലീസായതിനു ശേഷം. ഓക്കെ. ജയിലിലായിരിക്കുമ്പോൾ പരോളിൽ ഇറങ്ങുമ്പോൾ അവരുടെ മീറ്റിങ്ങുകൾക്കൊക്കെ പോവുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുഞ്ഞുമോൻ ചാക്കോ സാർ എന്നിലൊരു സഹപ്രവർത്തകനെ അന്നേ അദ്ദേഹം ദർശിച്ചിരുന്നു. ഞാനും അത് ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് ബാംഗ്ലൂരിൽ കർണാടകയിലെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ ജയിലിലായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടത് അന്നത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും അന്വേഷണ ഉദ്യോഗസ്ഥനുമായിരുന്ന ഡോക്ടർ സിബി മാത്യു സാർ, അദ്ദേഹം പറഞ്ഞായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേൾക്കുന്നതിനിടയായി തീർന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു മാറ്റമുണ്ടായപ്പോൾ എങ്ങനെയുള്ള പ്രതികരണമാണ് ലഭിച്ചത്? പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എൻ്റെ മാനസാന്തരം ഒരു വലിയ അതിശയമായിരുന്നു, അത്ഭുതമായിരുന്നു. കാരണം ആ ജയിലിലെ നമ്പർ 1 കുറ്റവാളിയായിരുന്നു ഞാൻ. പിന്നെ മയക്കുമരുന്നിന് അടിമയുമായിരുന്നു. അപ്പോൾ പല പ്രാവശ്യം എന്നെ അവർ മയക്കുമരുന്നുമായിട്ട് പിടിക്കുകയും അതിൻ്റെ ശിക്ഷണ നടപടികൾക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇരുട്ടുമുറിയിലിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ചരിത്ര സംഭവങ്ങളാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഓരോ മണൽത്തിരിയോട് ചോദിച്ചാലും ആ കഥകൾ അവർ പറയും. 3 പ്രാവശ്യം 3-ാം മുറ മർദ്ദനങ്ങൾക്ക് വിധേയനായി തകർന്ന് തരിപ്പണമായ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി 90 ദിവസം കഴിയുന്നതിന് മുമ്പേ മരിച്ചു പോകേണ്ട സാഹചര്യമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും വലിയ മർദ്ദനങ്ങൾ കിട്ടിയിട്ടും ഞാൻ ജീവനോടിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ അത്ഭുതം മാത്രമായിട്ട് ഞാൻ കാണുന്നത്. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം എന്നിൽ വ്യാപരിച്ചു. 87 ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എന്നെ കർത്താവ് ആത്മീകമായി സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം തന്നെ എന്നെ മാനസികമായും ശാരീരികമായും ഭൗതികമായും എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തുടർന്നുണ്ടായത്, പിന്നീട് സംഭവിച്ചതല്ല. ബി മാത്യു സാറിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് റെനി ജോർജിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരോടൊക്കെ അന്വേഷിക്കുകയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് റെനി ആകെ മാറി, ഇപ്പോൾ അദ്ദേഹം വലിയ പ്രാർത്ഥനക്കാരനാണ്, അപ്പോൾ നടക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നതിനിടെ അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചതായിട്ടും പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ പ്രതികരിച്ചത്? ജയിൽ ഉദ്യോഗസ്ഥർക്ക് ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ അവർ എനിക്ക് തരുവാൻ തുടങ്ങി. കാരണം ജയിലും തടവുകാർക്കെല്ലാം എന്നെ വലിയ സ്നേഹമായിരുന്നു. അവരെൻ്റെ 2 സ്വഭാവങ്ങളും കണ്ടിട്ടുള്ളവരാണ്. ഞാൻ മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലീഡറായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നെന്നും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നുള്ളത് 2 തടവുകാർക്കറിയാം. അവരെന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ തടവുകാരുടെ ഇടയിൽ എനിക്ക് നല്ലൊരു സ്വാധീനമുണ്ടായിരുന്നുകൊണ്ട് ജയിലുദ്യോഗസ്ഥന്മാർ അവിടുത്തെ കീ പൊസിഷൻസിലെല്ലാം എന്നെ എപ്പോഴും ആക്കുമായിരുന്നു. എന്നെ ജയിലിലെ ഒരു മാന്യനായ തടവുകാരനായി അവർ ആക്സെപ്റ്റ് ചെയ്തു. ആ ഒരു ട്രീറ്റ്മെൻറ്റ് പിൽക്കാലത്ത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവത്തിലൂടെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് ചെയ്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പുതിയ വ്യത്യസ്തമായ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് കേൾക്കുന്നതിനിടയായി തീർന്നു. അതായത് പിന്നെ തടവുകാരുടെ മക്കളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ലഹരി മരുന്നിന് അടിമയായവരെ തേടിപ്പോവുക, അതുപോലെ വ്യത്യസ്തമായ ചില പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പം വൈഫ് ബാംഗ്ലൂരിലുണ്ടായിരുന്നു, ജയിൽ മിനിസ്ട്രി അവിടെ ആരംഭിച്ചു. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പിന്നീട് ജയിലിലേക്കാണോ മടങ്ങി വന്നത്, ശുശ്രൂഷയുമായിട്ട് മടങ്ങി വന്നത്, അതോ വേറെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് തുടങ്ങിയായിരുന്നു? എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ജയിലുകളെയും കുറ്റവാളികളെയും കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു.
അല്ലാതെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. കാരണം എനിക്ക് മനസ്സിലായി, എനിക്കൊരു പുതിയ ജീവിതം ദൈവം തന്നത്, ഒരു അവസരം കൂടി ദൈവം തന്നത് ഇതിനു വേണ്ടി മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ജയിലിൽ കിടക്കുന്നവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കുറ്റവാളികളായി തീർന്നവരുടെ എല്ലാം പിന്നിൽ ഞാൻ കടന്നു പോയതായ അതേ അനുഭവമാണുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ മോഷണ സ്വഭാവം, മദ്യവും മയക്കുമരുന്നും, ഇങ്ങനെ വഴിതെറ്റിയ ജീവിതമാണ് അവരെ അഴുക്കുചാലുകളിൽ കൂടി കൊണ്ടുപോയി ഒടുവിൽ ജയിലുകളിൽ എത്തിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ ജയിലറകളിൽ കഴിയുന്നതായ വ്യക്തികൾക്ക് ഒരു പുതിയ ജീവിതം നൽകുവാൻ, അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവരെ സമീപിക്കണമെന്നുള്ളതായ ഒരു ചിന്തയാണ് എന്നിലുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ റിലീസായി കഴിഞ്ഞിട്ട് ജയിൽ മിനിസ്ട്രി അല്ലാതെ വേറെ ഒരു മിനിസ്ട്രിയിലും പോകാതെ ഞാനും ടീനയും കൂടി കർണാടകയിലെ ജയിലുകളിൽ ബാംഗ്ലൂരിലും ബെൽഗോമിലും ഷിമോഗയിലും ബെല്ലാരിയിലും എല്ലാം കടന്നു പോവുകയും അവിടെ ഞങ്ങൾ കണ്ടുമുട്ടിയതായ തടവുകാരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനായി ശ്രമിക്കുകയും അങ്ങനെ കുറേ പേർ മുന്നോട്ട് വന്നു. അവരുടെയും അല്ലാതുള്ള ജയിലിൽ കഴിയുന്ന നിർധനരായ നിരാലംബരായ തടവുകാരുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവിതം നൽകുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം 15 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങിയ പ്രഷ്യസ് ചിൽഡ്രൻ ഹോം എന്ന സ്ഥാപനം പിൽക്കാലത്ത് അത് വളർന്നു വലുതായി ഏകദേശം 150ഓളം കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷത്തിൽ പരിചരണം നൽകുന്നതായ ഒരു സ്ഥാപനം ഉണ്ടാക്കുവാൻ ദൈവം അക്കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു, അതായത് ബ്രദർ റെനി ജോർജ് പുറത്ത് വന്നതിന് ശേഷം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു, അങ്ങയുടെ പ്രവർത്തനമായിരുന്നു ഈ പ്രഷ്യസ് ചിൽഡ്രൻസ് ഹോം. അതായത് ആ സമയത്ത് വിവിധ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള സെക്കുലർ മാധ്യമങ്ങളിലും ക്രൈസ്തവ പത്രങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം എഴുത്തുകൾ, കവറേജുകൾ വന്നിരുന്നു. ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ, അതായത് CNN CBNൻ്റെ റിയൽ ഹീറോസ് പ്രോഗ്രാം, ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഈ പ്രഷ്യസ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുമായിട്ട് ജയിലിലേക്ക് പോകുന്നതും അവരുടെയാണെന്ന് തോന്നുന്നു, അവരുടെ പിതാക്കന്മാരെ, കുറ്റവാളികളായവരുടെ ആളുടെ വ്യക്തികളെ നേരിട്ട് കാണുന്നതും. അപ്പോൾ ഞാനതിൽ എന്നെ വളരെ സ്വാധീനിച്ച എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രത്യേകത, ആ തടവറയിൽപ്പെട്ട വ്യക്തികൾ, കുറ്റവാളികൾ തങ്ങളുടെ കുട്ടികളെ തഴുകുമ്പോൾ അവരുടെ കണ്ണിലുള്ള ഒരു തിളക്കം, താങ്കളോടുള്ള അവരുടെ ഒരു ആദരവ്, താങ്കൾ അവരോട് കാണിച്ചതിന് മറുപകരമായി അവർക്ക് തരാൻ കഴിയുന്ന ഒരു സ്നേഹമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായിട്ട് പല മേഖലകളിലും ബ്രദർ റെനി ജോർജിനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതിന്, സാക്ഷ്യത്തിലൂടെ പറയുന്നതും കേൾക്കുന്നതിന് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്, ജയിലിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടും ഇവരുടെ അനുഭവങ്ങൾ അറിഞ്ഞതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കുക, അതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ, ആരൊക്കെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരാണോ, ആരാണ് അതിനു വേണ്ടി മുന്നിട്ട് നിന്നത്, ഒരുക്കി തരുവാൻ? യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം തുടങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ചത് കുഞ്ഞുമോൻ ചാക്കോ സാറിൻ്റെ പ്രസൻ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ഓൾറെഡി ഇങ്ങനെയുള്ളൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു. അതിൻ്റെ ചുവട് വെച്ചാണ് ബാംഗ്ലൂരിലും ഞാൻ ചിൽഡ്രൻസ് ഹോം തുടങ്ങിയത്. അപ്പോൾ ജയിൽ മിനിസ്ട്രി, ചിൽഡ്രൻസ് ഹോം, ഈ രണ്ട് പ്രവർത്തനങ്ങളും വ്യത്യസ്തമായിട്ട് ഇപ്പോഴും അത് വളരെ ശക്തമായിട്ട് തുടരുന്നു. അപ്പോൾ തന്നെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റീഹാബിലിറ്റേഷൻ, അതായത് ജയിലിൽ നിന്നും മാനസാന്തരപ്പെട്ട് പുറത്തു വരുന്ന തടവുകാർക്ക് സമൂഹത്തിൽ പുനരധിവാസം ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടതായ ഒരു സഹായവും ഒത്താശയുമൊക്കെ ലഭിക്കുന്നതായി കാണുന്നില്ല. ബ്രദർ റെനി അവർക്ക് വേണ്ടി അത് ചെയ്തു. അപ്പോൾ തന്നെ ബ്രദർ റെനി പുറത്തു വന്നപ്പോൾ സമൂഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്നെ സ്നേഹിക്കുവാനായി സമൂഹത്തിൽ ദൈവം ചില വ്യക്തികളെ കരുതിയിരുന്നു. ആ വ്യക്തികൾ എന്നെ വളരെ സ്നേഹത്തോടു കൂടി അവർ കരുതി. അതെന്നെ വളരെയധികം സഹായിച്ചു, ശക്തീകരിച്ചു. അത് ആണ് ഞാൻ പിൽക്കാലത്ത്
മറ്റുള്ള തടവുകാർക്ക് കൊടുക്കുവാൻ എന്നെ സഹായിച്ചു. അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ദൈവം ഒരു വ്യക്തിയെ വിളിച്ചാൽ, എത്ര ദുർഘടമായ ജീവിത പന്താവിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ദൈവം ആ വ്യക്തിയെ വിളിച്ചാൽ ആ വ്യക്തിക്ക് സുഗമമായി മുന്നോട്ട് പോകാനുള്ള വഴികളും ഒരുക്കി തരുമെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നു. കാരണം അവരിലൂടെ ഉദ്ദേശിക്കുന്ന ദൈവപ്രവൃത്തി നടക്കുന്നതിന് വേണ്ടി ദൈവം അത് ചെയ്യുന്നു. ഒരുപക്ഷെ തടവറയിൽ നിന്ന് പുറത്തു വന്നൊരു വ്യക്തി പിന്നെയും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്, ഇനി എനിക്കൊരു ജീവിതമുണ്ടോ, ആരെന്നെ സഹായിക്കും? സമൂഹത്തിൻ്റെ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ ചിലപ്പോൾ അവരെ വീണ്ടും മരണത്തിലേക്കോ ദുഷ്കരമായ ആ ദുഷ്പ്രവണതകൾ നിറഞ്ഞ ജീവിതത്തിലേക്കോ ചിലപ്പോൾ അവരെ വലിച്ചുകൊണ്ട് പോയേക്കാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ മനുഷ്യരാണ്. അവരെ കൈത്താങ്ങേണ്ട ചുമതല, അവരെ നേർവഴിക്ക് നടത്തേണ്ട ചുമതല സമൂഹത്തിനാണെന്നുള്ളൊരു ബോധ്യം കൂടെ നമ്മുടെ സമൂഹത്തിനുണ്ടായാൽ ഇതുപോലെ എത്രയോ ജീവിതങ്ങളെ നേരായ പാതയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് നടത്തുവാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സാധാരണ ജയിലിൽ ചെല്ലുമ്പോൾ തടവുകാരോട് പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്നവരോട് പറയുന്നത്, സുഹൃത്തുക്കളെ, സമൂഹത്തിലെ ഏറ്റവും നികൃഷ്ടമായ നിഷ്ഠൂരമായ കുറ്റകൃത്യം കൊലപാതകമാണ്. ദൈവം ജീവനെ നൽകുമ്പോൾ ജീവനെ അപഹരിക്കുന്നത് പൈശാചികമാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് കാരണക്കാരായ നാം ജയിലിൽ നിന്നും 14-15 വർഷം കഴിഞ്ഞ് സർക്കാർ നമ്മെ പുറത്തു വിടുമായിരിക്കും. എന്നാൽ നാം പുറത്തേക്ക് പോയാൽ നമ്മെ കാത്തിരിക്കുന്നത് നമ്മുടെ കൈകൾ കൊണ്ട് നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് പകരം ചോദിക്കുവാനായി കാത്തിരിക്കുന്ന മക്കൾ കാണും, സഹോദരങ്ങൾ കാണും, പലരും കാണും. അപ്പോൾ കൊലപാതകത്തിന് പകരം കൊലപാതകമാണ്. നാം ചെയ്ത പ്രവൃത്തിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ കൊലക്കത്തിക്ക് നാം ഇരയായിത്തീരാം. ഇല്ല, അത് സംഭവിക്കുന്നില്ലെങ്കിൽ നാം ചെയ്തതായ ഈ പ്രവൃത്തി, ഇതിൻ്റെ വേട്ടയാടൽ, നമ്മുടെ ജീവിതത്തിൽ നാം ചില സമയങ്ങളിൽ നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം ചെയ്ത ആ പ്രവൃത്തി, നമ്മുടെ കൈകൾ കൊണ്ട് ജീവിതങ്ങൾ കശാപ്പ് ചെയ്യപ്പെട്ട ആ സംഭവം നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ സമനില തെറ്റും, നാം ഭ്രാന്തരായിത്തീരാം. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നാം മദ്യത്തെയോ മയക്കുമരുന്നിനെയോ വീണ്ടും ആശ്രയിക്കാം, അതിൽ കൂടി നശിക്കാം. മാനസിക നില തകർന്ന് നാം ഒരു മുഴം കയറിലോ റെയിൽപാളത്തിലോ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. ഇതൊക്കെയാണ് ഒരു കൊലപാതകിയെ കാത്തിരിക്കുന്നതായ ഭാവി കാര്യങ്ങൾ. എന്നാൽ ഇതിൽ നിന്നും ഒരു കൊലപാതകിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ലോകത്തിലെ സകല കൊലപാതകികൾക്കും കവർച്ചക്കാർക്കും വേണ്ടി പകരക്കാരനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ കൂടി ഒരു മോചനം, അതെല്ലാ കൊലപാതകികൾക്കും കവർച്ചക്കാർക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും യേശു ഒരുക്കിയതായ ഒരു വഴിയാണ്. ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവായി സ്വീകരിച്ച്, ആ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കൊലപാതകിക്ക്, കവർച്ചക്കാരന് ഒരു പുതിയ ജീവിതം സാധ്യമാണ്. ഇതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. ഇതാണ് എൻ്റെ സുവിശേഷം. കാരണം കടന്നു വന്ന വഴികൾ അതുപോലുള്ളതായിരുന്നു. ഒരിക്കലും വ്യക്തിപരമായോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ ഏതെങ്കിലും തത്വങ്ങൾക്കോ സഹായിക്കാൻ കഴിയാത്തൊരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിലൂടെയാണ് യേശു ക്രിസ്തു വലിയൊരു പരിവർത്തനം വരുത്തിയത്. നിശ്ചയമായിട്ടും ബ്രദർ എനിക്കത് പറയാനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തോട് പറയേണ്ടത് ആവശ്യവുമാണ്. നമുക്ക് മടങ്ങി വരാം. ജയിലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർണാടകയിൽ ജയിലുകളിൽ പോകാനുള്ള അനുവാദം ഞങ്ങൾക്ക് എല്ലാ വർഷവും ജയിൽ നേതൃത്വത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എല്ലാ വർഷവും ഞങ്ങളത് റിന്യൂ ചെയ്ത് ഞങ്ങൾ ജയിലുകളിൽ കടന്നു പോവുകയും തടവുകാരെ കണ്ട്, യഥാർത്ഥത്തിൽ കൗൺസിലിങ്ങിന് വേണ്ടിയാണ് നമുക്ക് പെർമിഷൻ തരുന്നത്.
എന്നാൽ എൻ്റെ മെത്തേഡെന്ന് പറയുന്നത് ഞാൻ പ്യുവർ ഗോസ്പൽ, അതായത് ജയിലിൽ എല്ലാ മതക്കാർക്കും അവരുടെ മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ ക്രിസ്തീയമായ റിലീജിയസ് ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തടവുകാരെ ഞാൻ ഒരു സ്ഥലത്ത് കൂട്ടി വരുത്തുകയും അവരോട് എൻ്റെ സാക്ഷ്യം പറയുകയും കർത്താവിൽ വിശ്വസിച്ചാൽ, യേശുവിൽ വിശ്വസിച്ചാൽ അവർക്കുണ്ടാകുന്നതായ ഉയർച്ചയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മാറ്റം വരുത്തി അതേ പരിശുദ്ധാത്മാവ്, അതേ ദൈവവചനം അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ അനേക തടവുകാർ കർണാടകയിലും അവരുടെ പഴയ സ്വഭാവത്തിൽ നിന്നും മോചിതരായി പുതിയ മനുഷ്യരായി സമൂഹത്തിൽ പുനരധിവസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും സമൂഹത്തിൽ ധാരാളം പേർ പല തത്വങ്ങളിലൂടെ പുതിയ മനുഷ്യരാകാൻ ശ്രമിക്കുന്നെങ്കിലും യേശുക്രിസ്തു വരുത്തുന്നത് പോലെ ഒരു വലിയ മാറ്റം സമൂഹത്തിൽ, വ്യക്തികളിൽ മറ്റ് പല തത്വങ്ങളിലൂടെയും ചെയ്തെടുക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ബ്രദർ റെനിയെ ഈ ഒരു പുതിയ തലത്തിലേക്കും പുതിയ ചിന്തയിലേക്കും ഈ നിത്യമായ ഉപദേശത്തിലേക്കും മുന്നോട്ട് നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം, സാധാരണ ജയിൽ ജീവിതം ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ആക്സിഡൻ്റൽ കേസിലൂടെ ഒരു പരിവർത്തനം ഉണ്ടായിട്ട് മടങ്ങി വരികയോ ചെയ്യുന്ന വ്യക്തികൾ സാധാരണ ക്രൈസ്തവ ശുശ്രൂഷകരെയൊക്കെ അനുകരിക്കുകയാണ് ശ്രമിക്കാറുള്ളത്. അവരുടെ, അതായത് ബാഹ്യലോകത്ത് കാണുന്ന പ്രൗഢഗംഭീരമായ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ആ ഒരു തലത്തിലൂടെ പോകാനായിട്ടാണ്, മറ്റുള്ളവർ അറിയുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന തലത്തിലേക്കൊക്കെ ശുശ്രൂഷാ തലം ഉയർത്താനായിട്ടാണ് പലപ്പോഴും പുതുതായിട്ട് വരുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്നതും ശ്രമിക്കാറുള്ളതും. എന്നാൽ അതിൽ നിന്ന് തീരെ തികച്ചും വ്യത്യസ്തനായിരുന്നു ബ്രദർ റെനി ജോർജ്. അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ജയിലിലേക്ക് തന്നെയാണ്, അവരെ തേടിയാണ് പോയത്. നിരാലംബരായ ജയിൽവാസികളുടെ കുഞ്ഞുങ്ങളെ തേടിയാണ് പോയത്. അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ വ്യക്തികളെ തേടിയാണ് പോയത്. എന്തുകൊണ്ടാണ് പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രൈസ്തവ ശുശ്രൂഷകരുടെയോ ആ ശുശ്രൂഷ മാതൃക പിന്തുടരാതെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ തലം തിരഞ്ഞെടുക്കാൻ ദൈവാത്മാവിൻ്റെ പ്രേരണയാണോ അതോ സ്വയം തിരഞ്ഞെടുത്തൊരു പാതയാണോ ഇത്? ഇത് ദൈവാത്മാവിൻ്റെ പ്രേരണ മാത്രമാണ്. ബ്രദർ ഷാജി സൂചിപ്പിച്ചതുപോലെ എൻ്റെ ചിന്തയിലും എൻ്റെ ഹൃദയത്തിലും ഞാനും വിചാരിച്ചത് എനിക്ക് സഹായം തന്നത് ആത്മീക നേതാക്കന്മാരുടെ ചുവട് പറ്റി എന്തെങ്കിലും ചെയ്യുക ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നാണ് ഞാനും ചിന്തിച്ചത്. എന്നാൽ എൻ്റെ അങ്ങനെയുള്ള ചിന്തകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒന്നൊന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഡിസൈൻ ചെയ്ത ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. എൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി, എൻ്റെ ചിന്തയിൽ ഞാൻ കണ്ടതെല്ലാം അല്ല എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ദൈവം ചില അനുഭവങ്ങളിൽ കൂടി എന്നെ പഠിപ്പിച്ച് ഇപ്പോഴും പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ആഗ്രഹവും മറ്റു പലതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പഴയ സ്വഭാവം, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതും ആത്മീയ ലോകത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പലതരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സി ജോർജിൻ്റെ മകൻ, IPC നേതൃത്വവുമായിട്ട് അടുപ്പമുള്ള എല്ലാം പലതും ഉണ്ടായിരുന്നു. അതൊന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചില്ല. എന്നെ ദൈവം കൈപിടിച്ച് തനിക്കിഷ്ടമുള്ള വഴിയിലേക്ക് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, ഇതിലേ പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് നിനക്ക് വേണ്ടിയുള്ള എൻ്റെ വഴി, ഇത് വിട്ട് നീ പോകരുതെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷ വേലയിൽ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്ന ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ലഹരിയുടെ വഴിയിലൂടെ ആയിരുന്നല്ലോ മുൻനടത്തം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ രീതികളും ശീലങ്ങളും അനുസരിച്ച് നഷ്ടപ്പെടുന്ന ജീവിതങ്ങളെക്കുറിച്ച്, ആ വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന, ഇടറിപ്പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് നിശ്ചയമായൊരു ഭാരമുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്ന വ്യക്തികളെ തേടുവാനായിട്ടുള്ള, അവരെ കൂട്ടി അല്ലെങ്കിൽ അവരെ മടക്കി വരുത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തുടിപ്പ് അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്.
ഇന്നും യഥാർത്ഥത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ട ആ കാലയളവിൽ ഞങ്ങൾ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ജയിലിലെ കൂട്ടുകാരല്ല, പുറത്ത് 4 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ 4 പേരും കൂടി ഒരു സംഘടന, അതിന് പേര് വരെ ഇട്ടു, സ്റ്റോപ്പ് സേവ് ദി ഓപ്രസ്ഡ് പീപ്പിൾ. പക്ഷെ അത് ദൈവഹിതമായി തീർന്നില്ല. ബാക്കി 3 കൂട്ടുകാരും 3 വഴികളിൽ കൂടി അങ്ങ് പോയി. ഞാനിങ്ങനെയായി തീർന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള. കാരണം ഈ ജയിലുകളിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇപ്രകാരം നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മാതാപിതാക്കൾ എന്നെ ബന്ധപ്പെടും. പല സ്ഥലത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വരും. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ മകൻ ഇങ്ങനെയായി, എൻ്റെ മകൾ ഇങ്ങനെയായി, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവരുമായി ബന്ധപ്പെടാനും അങ്ങനെയുള്ളവരെ ഇപ്പോൾ പല റീഹാബിലിറ്റേഷൻ ഈ ഡ്രഗ് അഡിക്ട്സിന് വേണ്ടിയും ആൽക്കഹോളിക്സിന് വേണ്ടിയും ക്രിസ്ത്യൻ സെൻറ്റേഴ്സുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനും അവരെ അങ്ങനെ ആക്കി തീർക്കാനും. എനിക്ക് അങ്ങനെയുള്ളൊരു സെൻറ്റർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് ദൈവഹിതമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ചെയ്യുന്നവർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ കൊണ്ടാക്കി കൊടുക്കും. ഇങ്ങനെയുള്ള ലഹരി വിമുക്ത പ്രോഗ്രാമുകൾ ചെയ്യുന്ന മറ്റനേക ഗ്രൂപ്പുകളുണ്ട്. അവരുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി കൊടുക്കും. പിന്നീട് ഞാൻ വ്യക്തിപരമായി അവരുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിൽ ചെയ്യും. അതുപോലെ തികച്ചും വീണുപോയ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? തീർച്ചയായും വളരെ അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ജയിലിൽ നിന്നും മാനസാന്തരപ്പെട്ട് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും തിരികെ പോയ ജീവിതങ്ങളുണ്ട്. അവരെ സാധാരണ ആളുകൾ പറയും പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് തള്ളിക്കളയുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ചിന്താഗതി. പക്ഷെ അവിടെയും എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് എന്നെ രക്ഷിച്ച ദൈവം അനേക ചാൻസുകൾ കൊടുക്കുന്ന ദൈവമാണ്. 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശു കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ 770 എന്ന് പറയുന്നത് ആളുകൾ വിചാരിക്കുന്നത് 7 × 70 490 ടൈംസ്, അങ്ങനെ 490 ടൈംസ് അല്ല. 7 × 70 എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഏറെയായാൽ 80 എന്നാണ് പറയുന്നത്. 70 ഏറെയായാൽ 80. അപ്പോൾ ജീവിതകാലം മുഴുവൻ ക്ഷമിച്ചേ മതിയാവും. അതിൻ്റെ ലിമിറ്റ് ജീവിതകാലമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് നിമിഷമാണ് ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ് ഒരു മടങ്ങി വരവിന്. അവസാന നിമിഷമെങ്കിലും ഒരു മടങ്ങി വരവിന് വേണ്ടി അവർക്ക് അവസരങ്ങൾ തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് ബിബ്ലിക്കൽ എക്സ്പെക്റ്റേഷൻ. പക്ഷെ നമുക്കത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. തികച്ചും ദൈവത്താൽ സ്പർശിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ സമൂഹത്തിന് ചെയ്ത വലിയ സേവനങ്ങളെക്കുറിച്ചാണ് ബ്രദർ റെനി ജോർജിലൂടെ ഇതുവരെയും നാം കേട്ടത്. അപ്രതീക്ഷിതമായ ചെറിയ ചെറിയ സാഹചര്യങ്ങളിലൂടെ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക് പെട്ടെന്നുണ്ടായ ക്ഷോഭത്താലോ പെട്ടെന്ന് വന്ന ജീവിത സാഹചര്യങ്ങളിലാലോ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് ജയിൽ അറകളിൽ അടയ്ക്കപ്പെട്ടവർക്ക് ഇനി ഒരിക്കലും ഒരു വിമോചനമില്ല എന്ന് ചിന്തിച്ച് മരണവക്രത്തിലേക്കോ ആത്മഹത്യാ ജീവിതത്തിലേക്കോ നശ്വരവും ലഹരിക്ക് അടിമപ്പെട്ടതുമായ ജീവിതങ്ങളിലേക്കോ മടങ്ങിപ്പോകുന്നവർക്ക് സഭ ഒരാശ്വാസമാകണമെന്ന്, പ്രതീക്ഷയാകണമെന്ന്, ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ളൊരു വഴിയാകണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇതുവരെയും. നമുക്കത് ഉൾക്കൊള്ളാം. വരും ദിവസങ്ങളിൽ തളർന്നു പോകുന്ന ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ, ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുവാൻ, ദൈവത്താൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സാഹചര്യങ്ങളും താലന്തുകളും അനുസരിച്ച് അനേകരെ നന്മയിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം പ്രേക്ഷക സമൂഹത്തെ സഹായിക്കട്ടെ. ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി മടങ്ങി വരാം. നമസ്കാരം.